ആകാശവിസ്മയങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മാസമാണ് വരുന്നത്. മാർച്ച് 3-ന് ഈ വർഷത്തിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം കാണാം. ഈ വർഷത്തെ ആദ്യ ദൃശ്യവിരുന്നിനായി കാത്തിരിക്കുകയാണ് ആകാശ നിരീക്ഷകർ. ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടുത്ത മാസം അടിപൊളി കാഴ്ച കാണാം. മാർച്ച് 3-ന് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടക്കും. ആസൂത്രണമോ പ്രത്യേക ഉപകരണങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ലളിതമായ ആകാശ സംഭവങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ചന്ദ്രഗ്രഹണം. ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് ഇത് കാണാനും സാധിക്കും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചന്ദ്രൻ ഉദിച്ചുയരുമ്പോൾ തന്നെ ഗ്രഹത്തിലായിരിക്കുമെന്നതിനാൽ റിപ്പോർട്ട് അനുസരിച്ച് അവസാന ഭാഗം മാത്രമേ ദൃശ്യമാകൂ. ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം സൂര്യാസ്തമയത്തോടടുത്തായിരിക്കും. ഭൂമിയുടെ നിഴലിൽ നിന്ന് ചന്ദ്രൻ ക്രമേണ പുറത്തു വരുമ്പോൾ ദൃശ്യമാകുന്ന ജാലകം ഏകദേശം 20 മിനിറ്റ് നീണ്ടു നിൽക്കും. രാത്രി 7:30 മുതൽ 8:30 വരെ ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. തൽഫലമായി ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാൽ അത് ഇരുണ്ടതായി കാണപ്പെടും. ചില സന്ദർഭങ്ങളിൽ ചന്ദ്രൻ അല്പം ചുവപ്പ് നിറത്തിൽ പോലും കാണപ്പെടും. എല്ലാ വർഷവും കുറച്ചു തവണ ചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് എല്ലാം ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ അല്പം സവിശേഷമാക്കുന്നത്. പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ആകാശം വ്യക്തമാണെങ്കിൽ പുറത്തുപോയി ചന്ദ്രനെ നോക്കാം. മനോഹര കാഴ്ചയാണ് കാണാനാവുക. ബൈനോക്കുലറുകൾക്ക് കാഴ്ച വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിലും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു ദൃശ്യവിരുന്ന് എന്നതിലുപരി സൂര്യനും ഭൂമിയും ചന്ദ്രനും ബഹിരാകാശത്തെ എത്ര കൃത്യമായി സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചന്ദ്രഗ്രഹണങ്ങൾ. പലർക്കും അവയ്ക്ക് സാംസ്കാരികവും പരമ്പരാഗതവുമായ പ്രാധാന്യമുണ്ട്. മാർച്ച് 3-ലെ ഗ്രഹണം ഇന്ത്യയിൽ ഹ്രസ്വകാലമായിരിക്കും. പക്ഷേ അത് ഇപ്പോഴും ഒരു നിമിഷം നിർത്തി ആകാശത്തേക്ക് നോക്കാനും ഒരു സ്വാഭാവിക ആകാശ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനുമുള്ള ഒരു നല്ല അവസരം കൂടിയാണ്. 2026-ലെ ഏറ്റവും വലിയ ആകാശ വിസ്മയം അരങ്ങേറുന്നത് ഓഗസ്റ്റിലാണ്. 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച ലോകം ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കും. 2024 ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു പ്രതിഭാസവും നടക്കുന്നത്. ഗ്രീൻലാൻഡ്, അയർലൻഡ്, സ്പെയിൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിൽ പകൽ സമയം പൂർണ്ണമായും ഇരുട്ടിലാകും. സൂര്യന്റെ പുറം ഭാഗമായ കൊറോണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും സാധിക്കും. ഇതിനു പിന്നാലെ 2026 ഓഗസ്റ്റ് 28 ബുധനാഴ്ച ഒരു ഭാഗിക ചന്ദ്രഗ്രഹണവും സംഭവിക്കും. വടക്കൻ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇത് ദൃശ്യമാകും. 2026 വർഷം വാനനിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളുടെ സുവർണ വർഷമായിരിക്കുമെന്ന് സാരം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.